ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യോക്ക് പോർഷനെ നമ്മൾ നല്ല ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ താഴേക്കും സ്റ്റെപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് 18 സൈസിലാണ്, 1 ഇയർ ഫ്രോക്കാണ്. ഇത് ഒരു ഒനിയൻ പിങ്ക് കളറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന് മൊത്തത്തിൽ നമുക്ക് മെറ്റീരിയൽ പ്ലെയിൻ നെറ്റ് 6.5 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നു, ലൈനിങ് 1 മീറ്റർ, അങ്ങനെ ഒരു അളവിലാണ് കേട്ടോ വന്നിട്ടുള്ളത്, കോട്ടനും ക്രേപ്പും. അപ്പോൾ ഇത് നമ്മൾ സ്കേർട്ട് പോർഷനാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. യോക്ക് 7 പോയാൽ 11 ഇഞ്ച് സ്കേർട്ട് പോർഷൻ വരുന്നുണ്ട്. അതിനെ 2 ആക്കിയിട്ട് നമ്മൾ സെപ്പറേറ്റാണ് കട്ട് ചെയ്യുന്നത്. 2 പീസാണ് സ്കേർട്ട് പോർഷൻ കൊടുക്കുന്നത്, ഒന്ന് സ്റ്റെപ്പായിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് 11 ഇഞ്ചിൽ നമ്മൾ 5.5 ഇഞ്ചാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതിലാണ് നമ്മൾ താഴോട്ടുള്ള ഫ്രില്ല് എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 മീറ്റർ ഫോൾഡ് ചെയ്തിട്ട പീസാണ് കേട്ടോ. 4 മീറ്ററിലാണ് ഈ ഒരു പ്ലെയിൻ നെറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ 5.5 ഇഞ്ച് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ താഴോട്ടുള്ള ഫ്രില്ലുകളുടെ അളവ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ബാക്കി 5.5 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി പീസിൽ നമ്മൾ 4 മീറ്റർ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 5.5 ഇഞ്ച് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്നും സ്കെയിൽ വെച്ച് വരച്ചതിന് ശേഷം നമ്മൾ ആ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് 5 പീസാണ്. അപ്പോൾ 4 5 20. അപ്പോൾ 4 മീറ്ററിൽ 5 പീസ് എന്ന് പറഞ്ഞാൽ 20 മീറ്ററായി നമുക്ക് ലെയർ കൊടുക്കാനുള്ള പീസ് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മളെല്ലാ പീസുകളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി സെപ്പറേറ്റ് ഫ്രില്ലിട്ടിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് 5.5 ഇഞ്ച് കട്ട് ചെയ്ത് ആ പീസിലോട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ ഒരു ലെയറും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 മീറ്ററാണ് ഫോൾഡ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്യാൻ കേട്ടോ. 11 ഇഞ്ചിൻ്റെ ഉള്ളിലോട്ട് ഇടാൻ 1/2 ഇഞ്ച് കുറച്ചിട്ട് 10.5 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 11 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്യാം. ആദ്യത്തത് 11.5 ഇഞ്ചിലും കറക്റ്റ് ആയിട്ട് നമ്മൾ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ ഉള്ളിലോട്ടുള്ള ലെയറാണ് കേട്ടോ 11 ഇഞ്ചിൽ ഇപ്പോൾ കട്ട് ചെയ്തത്. അത് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് 11 ഇഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ ക്രേപ്പ് ലൈനിങ് ആണ് ഞാൻ സാധാ കട്ട് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ്, നമ്മൾ വീതിനെയാണ് നമ്മൾ ലെങ്ത് ആക്കിയിട്ട് എടുക്കുന്നത്. അത് നമ്മൾ 11.5 ഇഞ്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങും മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് കുറച്ചിട്ട് 11 ഇഞ്ച് 11.5 ഇഞ്ചിൽ 10.5 ഇഞ്ചിലാണ് നമ്മൾ കോട്ടൺ ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അതും സെയിം മോഡൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. വീതിനെയാണ് നമ്മൾ ലെങ്ത്ത് കണക്കാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് അമ്പറിലല്ല കട്ട് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് യോക്ക് പോർഷനാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് പോർഷന് 7 ഇഞ്ചാണ് വരുന്നത്. പ്ലസ് 1 കൂട്ടിയിട്ട് 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡർ 5 ഇഞ്ച്, വേസ്റ്റ് 5.5 ഇഞ്ച്, ചെസ്റ്റ് 6.1 ഇഞ്ച്, അങ്ങനെ കറക്റ്റാക്കിയിട്ട് കൊടുക്കുക. ഷോൾഡർ 5 ഇഞ്ചും ആം ഹോളും 5 ഇഞ്ച് തന്നെ കൊടുക്കുന്നത് കേട്ടോ. നെക്ക് ലെങ്ത്ത് 2 ഇഞ്ച്, നെക്ക് വിഡ്ത്ത് 2 ഇഞ്ച്, അങ്ങനെയാണ് നമ്മൾ 1 ഇയറിനൊക്കെ നെക്ക് മെഷർമെൻറ്റ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അളവ് ഏജ് കൂടുന്തോറും ഒരു പോയിൻ്റ് വീതം നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 ഇയറിനൊക്കെ സാധാരണ 2 ഇഞ്ച് തന്നെ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ആ ഒരു ഷോൾഡർ ഭാഗം ഒന്ന് കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ 1/2 ഇഞ്ചായിട്ട്. പിന്നെ സ്ലീവൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. അതുപോലെ താഴ്ഭാഗം ഒരു 3/4 ഇഞ്ച് കയറ്റിയിട്ട് നമ്മളൊന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
കറക്റ്റായിട്ട് വേസ്റ്റ് റൗണ്ടും എല്ലാം അളവിടപ്പെടുത്തിയിട്ട് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഇത് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്ക് അടയാളപ്പെടുത്തിയതിൻ്റെ താഴോട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ് കേട്ടോ. അത് മാർക്ക് ചെയ്തിട്ട് സെയിം ആം ഹോളിൻ്റെ ഭാഗത്ത് കറക്റ്റാക്കിയിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് നമ്മൾ അതും കണ്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ മാർക്ക് ചെയ്തതിന് കുറച്ച് മുകളിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ആ തയ്യൽ തുമ്പിനുള്ള ഭാഗമാണ് കേട്ടോ. ബാക്കിയൊക്കെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിൻ്റെ യോക്ക് കാണിക്കുന്നത് ഇനി ആർക്കും ഡൗട്ടൊന്നും വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിങ്ങിൽ എല്ലാവർക്കും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാക്ക് പാർട്ട് നമ്മൾ സാധാരണ സിബ് കൊടുക്കുന്ന ആ ഭാഗം 3/4 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം സെയിം അളവ് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ബാക്ക് പോർഷന് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളതിന് ബാക്ക് പീസിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക, സിബ് കൊടുക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത നെക്ക് പോർഷന് അവിടെ ബാലൻസ് കൊടുത്തുണ്ടോ, കട്ട് ചെയ്യാതിട്ടതല്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നെക്കിൻ്റെ അളവിലും അതുപോലെ ആം ഹോളിൻ്റെ ബാക്കി പാർട്ടും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ഈ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കൊടുക്കണേ പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 1/2 ഇഞ്ചും കൂടെ താഴോട്ടുള്ള ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടാണ് നമ്മൾ നെറ്റ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന് കറക്റ്റ് കൊടുക്കാനുള്ള DC സാറ്റിനാണ് നമ്മൾ യോക്ക് കൊടുക്കുന്നത്. ലൈനിങ് കോട്ടണിലാണ് നമ്മൾ അളവുകളൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തത്. ഇനി ആ ഒരു ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെ മെയിൻ പീസും കൂടെ കട്ട് ചെയ്തെടുക്കുക. നല്ല പീസാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ, സാറ്റിനിലാണ് കട്ട് ചെയ്യുന്നതും കൂടി പറഞ്ഞ്. അതുപോലെ ബാക്ക് പീസും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇതൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ കാണിച്ച അതേ സെയിം മെത്തേഡുകൾ തന്നെ കേട്ടോ എല്ലാം. പക്ഷെ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഫുള്ളായിട്ട് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ മാത്രം ഡൗട്ട് ചോദിച്ചാൽ മതി. അതല്ലാതെ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഡൗട്ട് ചോദിക്കുകയാണ്, ഒന്നും അറിയാത്ത പോലെ. അപ്പോൾ വീണ്ടും വീണ്ടും അത് പറയണേക്കാളും നല്ലത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുക വീഡിയോ. ഞാൻ ഇപ്പോഴത്തെ എല്ലാ വീഡിയോ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻറ്റ് കൊടുക്കാനുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ നെറ്റ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. നമ്മൾ കോട്ടൺ പീസിൽ നിന്ന് കട്ട് എടുത്തിട്ടുള്ള നെക്ക് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷൻ വെച്ചിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂടുതലിട്ടിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് 4 ഫോൾഡായിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടിട്ടുള്ളത് ഈ ഒരു നെറ്റ് പീസ്. അപ്പോൾ നമുക്ക് മൊത്തം 2 പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടും. അത് അടിച്ചു മറിച്ചെടുക്കാൻ 2 പീസ് തന്നെ വേണേനും. അപ്പോൾ നമ്മൾ ആ നെക്കും അതുപോലെ ആം ഹോളിൻ്റെ ബാക്കി പാർട്ടും കൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ലെങ്ത്ത് മാത്രം 1/2 ഇഞ്ച് താഴ്ഭാഗത്തേക്ക് ചെസ്റ്റ് പോർഷനിലേക്ക് കൂട്ടി കൊടുക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ബാക്കിയൊക്കെ സെയിം അതാ. ഇനി അത് ആ പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ബാക്ക് പോർഷന് 3/4 ഇഞ്ച് സിബ് വെക്കണ ഭാഗം കൊടുക്കുക. അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 1/2 ഇഞ്ച് കുറച്ചാലും മതി കേട്ടോ. 1/2 ഇഞ്ച് കുറച്ചാലും മതി, അതാവുമ്പോൾ കുറച്ചും കൂടെ വൃത്തിക്കെടുക്കും. അപ്പോൾ 1.5 ഇഞ്ച് ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് യോക്ക് പീസുമൊക്കെ ഇങ്ങനെയാണ് ട്രാൻസ്പെറൻറ്റ് കൊടുക്കുന്നത്. ആ ഒരു ഭാഗമാണ് കാണിച്ചിരുന്നത് കേട്ടോ. ഇനി ഈ യോക്ക് ഭാഗത്ത് നമ്മളൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അത് നമ്മൾ 5 ഇഞ്ചിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഡബിളായിട്ട് വരുമ്പോൾ 10 ഇഞ്ച് നമ്മൾ പീസ് കട്ട് ചെയ്തിട്ട് എടുക്കണം. 1.5 മീറ്റർ ലെങ്ത്തും 10 ഇഞ്ച് വിഡ്ത്തിലാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഓരോ പീസ്, അങ്ങനെ 2 പീസ് കേട്ടോ.
ഇത് നമ്മൾ ഡബിളാക്കിയിട്ട് മടക്കിയിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രില്ലിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഫ്രോക്ക് എങ്ങനെ ചെയ്ത് എന്നത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രില്ലിട്ടെടുത്തതിന് ശേഷം നമ്മൾ യോക്കിലോട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ ലൈനിങ്, കോട്ടൺ ലൈനിങ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്രേപ്പ് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വെക്കാനുള്ള ഫസ്റ്റ് ലെയർ കൊടുക്കാനുള്ള നെറ്റ് ഫ്രിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ ഒന്നിച്ച് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെയർ കൊടുക്കാനുള്ള നെറ്റ് പീസ് ഫ്രിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫ്രില്ലും കൂടെ താഴോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ അതും ഇതിൽ വെച്ച് യോജിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ ഇപ്പം 4 പീസായിട്ട് ഒന്നിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാനുള്ളത്. അതിനുശേഷം ഈ ഒരു പീസ് നമ്മൾ ആ ഒരു ഫ്രില്ലിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ ചെയ്ത് ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ലൈനിങ്ങിലോട്ട് യോജിപ്പിച്ചാൽ മതി കേട്ടോ. അതാണ് സുഖം. അപ്പോൾ ഞാൻ വെച്ചിപ്പോൾ കാണിച്ചു തരുന്നതെന്നുള്ളൂ. പിന്നെ നമ്മൾ യോക്കിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. യോക്ക് ഫസ്റ്റ് ട്രാൻസ്പെറൻറ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക. 2 പീസ് വെച്ചിട്ട് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ട് ആദ്യം മറിച്ചെടുക്കുക. ബാക്ക് നമ്മൾ ഷോൾഡർ ഭാഗം യോജിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ മറിക്കുന്നത്. അപ്പോൾ നമ്മൾ മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിക്കുകയാണ് ഫ്രണ്ട് പീസ്. എന്നിട്ടൊന്ന് പതിച്ചടിച്ചിട്ട് ആണ് നമ്മളെ മെയിൻ പീസിലേക്ക് യോജിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പതിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രേപ്പ് സാറ്റിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക പതിച്ചിട്ട്. അതിന് ശേഷം കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ഹോളും അതുപോലെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. കോർണർ ഭാഗം നല്ല വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹോളിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ യോക്ക് മറിച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ മറിച്ചെടുക്കുകയാണ്. മറിച്ചെടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, നമ്മളെ ട്രാൻസ്പെറൻറ്റ് വരുന്ന യോക്ക് പോർഷൻ തന്നെ നമ്മൾ ആ ഒരു പീസിലോട്ട് വെച്ചിട്ട് ഒന്ന് മറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ മറ്റേ യോക്കൊക്കെ മറിച്ചെടുക്കുന്ന രീതിയിൽ തന്നെ അതും അതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു മറിച്ചെടുക്കാം. ഇനി ബാക്ക് വശം ഫ്രണ്ട് ചെയ്ത അതേപോലെ തന്നെ വെച്ചിട്ട് ഒന്ന് പതിച്ചതിന് ശേഷം ലൈനിങ്ങും വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. ഇതിന് നമ്മൾ സിബ് വെക്കണ ഭാഗം കൂടെ നമ്മൾ യോജിപ്പിച്ചെടുക്കാനെന്നുണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അത് ചെയ്തെടുക്കുക. അതുപോലെ ഒരേപോലെ 2 വശം ഒരുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ആ ഒരു നെറ്റ് ഭാഗം ഒന്ന് പിൻകുത്തി കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ സിബ് വെക്കണ ആ ഭാഗം കൂടി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതേപോലെ ഹോളും മുകൾ ഭാഗവും അത് 2 പീസ് ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റേത് ചെയ്ത് അതേപോലെ തന്നെ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചെടുക്കുക കേട്ടോ. നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തതിന് ശേഷം സാധാ യോക്ക് മറിച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെ മറിച്ചെടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബാക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, സാധാ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ഇത് ബാക്കും കൂടെ കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുക. പതിച്ചടിച്ചിട്ട് നമ്മൾ സാധാരണ സിബ് വെക്കുന്ന അതേ രീതിയിൽ സിബും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ സിബൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രോക്ക്. ഇപ്പോൾ സിബ് വെക്കണ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ നമുക്കിതിലൊരു വള്ളി കൊടുക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ഭാഗം കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഫ്രില്ല് സെപ്പറേറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സാധാരണ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ഫ്രില്ല് മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ ഓരോ സ്റ്റിച്ചിട്ട് കൊടുക്കുക. നമ്മൾ യോക്കിലോട്ട് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ എല്ലാ ഭാഗത്തും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മാർക്കിംഗ് ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. ബാക്കും അതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രില്ലൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുൻവശത്ത് നമ്മളൊരു പീസ് കൊടുത്തിട്ട് ഒരു ബെൽറ്റ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ വേസ്റ്റിൽ. അപ്പോൾ അത് ഫ്രില്ലൊന്ന് പതിഞ്ഞ് കിടക്കാനും ഫ്രോക്കിനൊരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു ബെൽറ്റ് ഭാഗത്ത് നമ്മൾ ഒരു ബട്ടർഫ്ലൈ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വള്ളിയൊക്കെ കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അളവ് എത്രയാണോ ആ ഒരു അളവിനെ മാർക്ക് ചെയ്തതിന് ശേഷം 12 ഇഞ്ചാണ്. ആ ഒരു 12 ഇഞ്ച് ചെസ്റ്റ് റൗണ്ടും 11.5 ഇഞ്ച് വേസ്റ്റ് റൗണ്ടും നമ്മുടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആ സൈഡൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെ യോക്കിൻ്റെ പണി തീർന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് കൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യോക്കാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ട്രാൻസ്പെറൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് സ്കേർട്ട് പോർഷനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യോക്കും സ്കേർട്ടും കൂടെ ഒന്ന് സാധാ എല്ലാ വീഡിയോസിലും ഞാൻ ഇത് അറ്റാച്ച് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ആക്കി ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്രോക്ക് അടിപൊളി ഫ്രോക്കാണ്. 1 ഇയർ 18 സൈസിൽ നമ്മളൊരു ബർത്ത്ഡേ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബൈ.